എന്തിനാടി ഈ മുറ്റെങ്കിലും അടിക്കുന്നത്? ആര് കാണാനാണ് അടിക്കുന്നത്? ഞാൻ ഇന്നലെ കല്യാണം കഴിഞ്ഞ് വന്നല്ലേ, പിന്നെ ആരാ മുറ്റടിക്കേണ്ടത്? നിങ്ങള് ഭാര്യയല്ലേ? നീ വെയിൽ കൊണ്ട് ഇങ്ങനെ മുറ്റൊന്നും അടിക്കണ്ടാന്ന്, കറുത്തു പോവും. പോ, അകത്തേക്ക് പോ. ഇവിടെ മുറ്റടിക്കാനൊക്കെ അമ്മയുണ്ട്. അമ്മ രാവിലെ പോയി. രാവിലെ പോയോ? എങ്ങോട്ടാ പോയത്? അല്ല, ആ ജ്വല്ലറിയിൽ സെയിൽസ്മാൻ അല്ലേ വരുന്നത്? ഇവനെന്തീ രാവിലെ തന്നെ വരുന്നത്? അയ്യോ, അതാരാ? ആരെങ്കിലും ആയിക്കോട്ടെ, നീ ഒന്ന് അകത്തേക്ക് പോയാ നിനക്ക് അടുക്കളയിൽ നിങ്ങൾക്ക് പണി കാണൂലോ. ഒന്ന് പോ. ഇത് അടിച്ചു വാർട്ടെ, എന്നിട്ട് ഞാൻ പോകും. കല്യാണം കഴിഞ്ഞ പിറ്റേ ദിവസം തന്നെ ഇവൻ നിന്നെ കൊണ്ടില്ല ശല്യം. EMI മുടങ്ങിയതിന്റെ കാര്യം പറയാനായിരിക്കും. എന്താണ് ഒന്നുകൂടെ രാവിലെ തന്നെ വന്നേ? ഈ കല്യാണത്തിന് താലി കെട്ടാൻ മാല വാങ്ങിയിട്ടില്ലേ, അതിന്റെ EMI മുടങ്ങിയിട്ടുണ്ട്. മുതലാളി പറഞ്ഞിട്ടാണ് വന്നത്. ഓ, അതൊക്കെ ഞാൻ തിരിച്ചടക്കുന്നു. എന്താ പ്രശ്നം? എന്റെ ഭാര്യ കേൾക്കണ്ട. ആകെ നാണക്കേടാ. ഒന്ന് പോയേ, അതൊക്കെ ഞാൻ ശരിയാക്കാം. നീ ഒന്ന് പോയേ, പോ. എന്ന് രണ്ടാളും സ്വകാര്യം പറയുന്നേ? നീ അറിയേണ്ട ഒരു കാര്യമില്ല. നീ പോയേ, അകത്തേക്ക് പോ, അകത്തേക്ക് പോ. നീ ഇന്നലെ കല്യാണം കഴിഞ്ഞ് വന്നതല്ലേ ഉള്ളൂ. പുതുപ്പെണ്ണാ നീ, പുതുപ്പെണ്ണ് കേട്ടാ. മറ്റുള്ള കാര്യങ്ങൾ തലയിടാനായിട്ടില്ല. ആകുമ്പോ ഞാൻ പറയും കേട്ടാ. എടാ, നീ അവളുടെ കഴുത്തിൽ കെട്ടിയ താലി EMI ലോൺ എടുത്തിയാന്ന് അവൾ അറിയട്ടെ. എടാ, ഇന്നലെ കല്യാണം കഴിഞ്ഞ് ഇതിപ്പോ ഇന്ന് നേരം വെളുത്തതേ ഉള്ളൂ. ഞാൻ അവളൊന്ന് തൊട്ടിട്ട് പോലില്ല. നീ ചതിക്കരുത്. നീ ഒന്ന് പോയേ, പോ. എന്നാലും മുടങ്ങിയ EMI-യും ഈ മാസം തരേണ്ട ഗഡുവും എല്ലാം കൂടി 20,000 ഈ മാസം തരണം. അയ്യോ, നീ എന്തെന്നായി പറഞ്ഞു? ഈ മാസം എങ്ങനെ തരാൻ പറ്റുള്ളൂടാ? കമ്പനിയിൽ നിന്ന് ശമ്പളം ഒന്നും കിട്ടൂല. കമ്പനിയെല്ലാം പൂട്ടി. ഞാൻ അടുത്ത മാസം തരാം. അല്ല രമേശ, നീ എന്റെ സുഹൃത്തായതുകൊണ്ടല്ലേ ഞാൻ ജാമ്യം നിന്നിട്ട് ജ്വല്ലറിയിൽ നിന്ന് കെട്ടുതാലി വാങ്ങിത്തന്നെ. നിങ്ങളെന്നാ ഈ കെട്ടുതാലി കെട്ടുതാലി പറഞ്ഞോണ്ടിരിക്കുന്നത്? എന്നാ സംഭവം? ഇത് വലിയ പുലിവായല്ലോ. ഇവിടെ ഇവൻ ജ്വല്ലറിയിലെ സെയിൽസ്മാനാണ്, മനസ്സിലായില്ലേ? അതാ നീ മാല കെട്ടുതാലി എന്നല്ല ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്. വേറെ കാര്യമൊന്നുമില്ല. മനസ്സിലായി. ഇപ്പൊ നീ പൈസ അടച്ചിട്ടില്ലെങ്കിൽ എന്റെ പണി പോവും. നീ ഇപ്പൊ ഒന്ന് പോയിത്താ. EMI ഞാൻ എങ്ങനെ കൊണ്ട് അടച്ചോളാം. പൈസ ഇപ്പൊ അടക്കുന്നില്ലെങ്കിൽ മാല ഇപ്പൊ എനിക്ക് കിട്ടണം. ജ്വല്ലറിന്റെ മുതലാളി പറഞ്ഞതാണ് മാലയും കൊണ്ടേ പോകാൻ പാടില്ല. അതെങ്ങനെയാടോ? ഞാൻ പെണ്ണിന്റെ കഴുത്തിൽ കിട്ടിയ താലിയും കൊണ്ട് നീ പോലെ ആകെ നാണക്കടായല്ല. ചേട്ടാ, നീ എന്നായി പറയുന്നത്? എന്നാ നാണക്കേട്? എന്നാ പ്രശ്നം? ഇത് വലിയ പുലിവാലായല്ലോ. നമ്മൾ ആണുങ്ങൾ സംസാരിക്കുന്നിടത്ത് നിനക്കെന്താ കാര്യം? നിനക്ക് പണിയില്ലേ? നീ പോ. ഒന്ന് പോ മോളെ, മുത്തേ, അകത്തേക്ക് പോ. വന്ന ചേട്ടാ, എന്താ പ്രശ്നം? പറ. നിങ്ങളെ കഴുത്തിൽ കെട്ടിയ താലി എന്തിനാ ഇത് കോളോട് പറഞ്ഞ് നമ്മുടെ ഈ കുടുംബം കലക്കുന്നത്? നിങ്ങളെ കഴുത്തിൽ തൂങ്ങുന്ന താലിയില്ലേ, അതിന്റെ പൈസ ഇതുവരെ ഇയാൾ ജ്വല്ലറിയിൽ കൊടുത്തിട്ടില്ല. എടി, നിന്നോട് ഞാൻ പറഞ്ഞതിൽ അടുക്കളയിൽ പോയിട്ട് എന്തെങ്കിലും പണിയെടുക്കുന്നു. ആകെ നാണക്കേടായല്ലോ. സത്യമാണ് ചേട്ടാ. എത്ര പൈസ തരാനുണ്ട്? കുറെ പൈസ കൊടുക്കാനുണ്ട്. അതൊക്കെ നീ എന്തിനാ അറിയുന്നേ? 2 പവന്റെ മാലയാണ്. 2 ലക്ഷം ഇനിയും തരാനുണ്ട്. എന്റെ മഹാഭാവി, എന്റെ കൂടെയാണല്ലോ ഞാൻ വന്നത്. കെട്ടുതാലി മേടിക്കാൻ പൈസ ഇല്ലാതെ. എടി, ഒന്ന് പതുക്കെ പറ. അയൽവക്കക്കാരൊക്കെ കേട്ട് കഴിഞ്ഞാൽ നാണക്കേടാവും. ഞാൻ തൂങ്ങിച്ചാവേണ്ടി വരും. എല്ലാരും കേക്കട്ടെ, നാട്ടുകാർ മൊത്തം കാണട്ടെ ഈ മാല വാങ്ങാനാ ചേട്ടൻ വന്നേന്ന്. എടാ, എനിക്ക് സംസാരിച്ച് നിൽക്കാൻ നേരമില്ല. ഒന്നിക്ക് മാലതാ അല്ലെങ്കിൽ പൈസതാ. ഞാൻ എന്റെ ഭാര്യയുടെ കഴുത്തിൽ കെട്ടിയ കെട്ടുതാലി നിനക്ക് തരാനാ. ഒന്ന് പോയാ നീ പോ. ഞാനൊരു കാര്യം തീരുമാനിച്ചു. നീ ഒന്നും പറയണ്ട. പൊന്നെ കരള, നീ എന്താ ചെയ്യാൻ പോന്നു? മാല രണ്ടുപേരും കൂടി എന്റെ കല്യാണം കോളാക്കിയല്ലേ. എന്നാ പിന്നെ ഞാൻ പോവാ രമേശായി. എനിക്ക് ഏത് സമയത്തും പൈസ അടച്ചാൽ ഈ സാധനം തിരിച്ചു തരും. വഴിയാതെ ആക്കിയിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടെ ഒന്നായല്ലേ. ചേട്ടൻ കല്യാണം കഴിച്ചോ? ഓ, സെയിൽസ്മാനായ എനിക്ക് ആര് പെണ്ണിനെ തരാനാണ്? എന്നാ പിന്നെ ഈ മനുഷ്യന്റെ കൂടെ നിൽക്കുന്നതിനെക്കാട്ടും നല്ലത് ആ മാല ഇങ്ങനെ തന്നെ ചേട്ടാ. എന്റെ കഴുത്തിലിട്ടേക്ക്, ഞാൻ നിങ്ങളെ ഭാര്യയാവാം. EMI അടക്കാത്തതുകൊണ്ട് കെട്ടുതാലിയും കൊണ്ട് സെയിൽസ്മാൻ പോയി, കൂടെ എന്റെ ഭാര്യയും. സത്യാണോ നിങ്ങള് പറയുന്നത്? ഞാനിങ്ങനെ മൂത്ത് നിറച്ച് ഇത്രയും കാലം നിന്നിട്ട് ഇതുവരെ പെണ്ണ് കിട്ടിയില്ല. ഞാൻ സത്യം തന്നെയാ പറഞ്ഞത്. ഞാൻ മാല എന്റെ കഴുത്തിൽ കിട്ടേക്ക്. എന്നാ പിന്നെ കഴുത്തിങ്ങോട്ട്. നീ പോയാ നിന്നെ പോലത്തെ 3 എണ്ണത്തിന് നിനക്ക് കിട്ടൂടി. എന്നിട്ട് അവന്മാരെ കൊണ്ട് ഞാൻ മുറ്റ അടുപ്പിക്കും. നീ നോക്കിക്കോ. എന്നാ പിന്നെ പോവാ. പോയിക്കോടി, നീ പോയിക്കോ. ഞാൻ വീണ്ടും കെട്ടും. ഏതെങ്കിലും ഒരു ജ്വല്ലറിയിൽ നിന്ന് കെട്ടുതാൽ EMI ആയിട്ട് വാങ്ങിയിട്ട് ഞാൻ വീണ്ടും കെട്ടും. നോക്കിക്കോ.